മറ്റൊരു പദ്യമായിരിക്കും ചൊല്ലേണ്ടി വരുന്നത്. നമ്മൾ അന്താക്ഷരിക്ക് എങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇവിടെ അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം കൊണ്ട് അടുത്തയാള് പദ്യം ചൊല്ലും. ന്യായിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു പദ്യം നിങ്ങൾക്ക് ചൊല്ലാമോ? ന്യായിൽ തുടങ്ങുന്ന ഒരു പദ്യം ആർക്കെങ്കിലും ഒരു കവിതാഭാഗം ന്യായിൽ തുടങ്ങുന്ന ഓർമ്മിച്ചു നോക്കൂ. നിങ്ങൾ പഠിച്ച സന്ദർശനത്തിലുണ്ട്. ഏതെങ്കിലും ഭാഗം ചൊല്ലിയാതി. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റെന്റെ ചില്ലകൾ പൂത്തതും അല്ലേ, മറവിയിൽ മാഞ്ഞു പോയി നിൻ കുങ്കുമ തരിവു കണ്ട ചിദംബര സന്ധ്യകൾ. അടുത്തൊരിതാണ്. ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ, ഇരുളിൽ അപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരത്തെ ഏതായിരുന്നു? അല്ല, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞു പോയി നിൻ കുങ്കുമ തരിപുരണ്ട ചിദംബര സന്ധ്യകൾ. ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയും ആർത്തനായി ഭൂതായനങ്ങളിൽ, ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം. ചായ ആയിരുന്നല്ലേ? ചില നിമിഷത്തിൽ ചായയിൽ തുടങ്ങിയൊരു പദ്യം. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനു ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ടതായിരുന്നു അഞ്ചാമത്തെ വരി. ഏയിലാണ് അടുത്ത പദ്യം ചൊല്ലേണ്ടത്. ഇങ്ങനെ തുടർച്ചയായിട്ട് ആളുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാനൊരു പദ്യം ചൊല്ലി ഗിരിജ ടീച്ചർ അടുത്ത്